ഇതിന്റെ പേര് കോല്, ഇതിന്റെ പേര് കുട്ടി. പക്ഷെ ഇത് കുറ്റിയല്ലല്ലോ. എടാ കുട്ടി എന്നാണ് പറഞ്ഞത്, കുറ്റിയല്ല. ഞാൻ പറയുന്നതിൽ ശ്രദ്ധ കൊടുക്ക്, അതുപോലെ നീ പറയുന്നതിൽ ശ്രദ്ധ കൊടുക്കണം. ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. നാളെ എന്റെ അയൽക്കാരൻ ലല്ലുവിന്റെ കൂടെ കുട്ടിയും കോലും മാച്ചാണ്. പിന്നെ നമ്മൾ രണ്ടുപേർക്കും ക്രിക്കറ്റ് എത്രത്തോളം അറിയാവൂ അത്രത്തോളം കുട്ടിയും കോലും അറിയൂ. ഫുട്ബോൾ എത്രത്തോളം അറിയൂ അതുപോലെ ക്രിക്കറ്റ് കളി അറിയാവൂ. എന്ന് പറഞ്ഞാൽ ഒരു കളി അറിയില്ല. അതുകൊണ്ടാ നിനക്കറിയാവോ കളിക്കാൻ? എനിക്കറിയില്ല, പക്ഷെ ആദ്യം ഞാൻ നിന്നെ പഠിപ്പിക്കാം. നീ പഠിച്ചതിന് ശേഷം എന്നെ പഠിപ്പിച്ചാ മതി. അങ്ങനെയല്ല, എനിക്ക് ഫുട്ബോളിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആഹാ, ഏത് വർഷം നിനക്ക് കിട്ടിയത്? ആരാ തന്നത്? ആരെയാ നീ തോപ്പിച്ചത്? എത്ര ഗോളിനാ നീ തോപ്പിച്ചത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയേണ്ടി വരും ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാന്ന്. ഞാൻ പിടിക്കപ്പെട്ടു. അടുത്ത തവണ ഇതേപോലെ ചോദ്യങ്ങളൊന്നും ചോദിക്കാണ്ട് വിശ്വസിച്ചേക്കണം കേട്ടോ. എന്റെ വീടിന്റെ ഷെൽഫിൽ TV വെച്ചിട്ടുണ്ട്, ക്ലോക്ക് വെച്ചിട്ടുണ്ട്, ഇതേപോലെ ആടുന്ന ബൊമ്മ വെച്ചിട്ടുണ്ട്. അതിന്റെ തലക്കൊരു കൊട്ടു കൊടുത്താൽ ദേ ഇതുപോലെ കിടന്ന് ആടും. പക്ഷെ അവിടെ ട്രോഫി ഒന്നുപോലും ഇല്ല. ഈ തവണ എങ്ങനെയെങ്കിലും ജയിക്കണം. ജയിച്ചാലും ട്രോഫി ഒരിക്കലും കിട്ടില്ല. അതെന്താ? കാരണം വിന്നറിന് സമ്മാനം ഇഡ്ഡലിയാണ്, സാമ്പാർ ഇല്ലാതെ. ഈ കളി ജയിച്ചിട്ട് ഒരു ബലവുമില്ല. എന്താ മാമ കുറെ നേരമായിട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു? വായിക്കാത്ത എന്തെങ്കിലും കുടുങ്ങിയോ? പോയി പല്ല് തേക്ക്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളായിട്ടൊന്ന് കൂട്ടുകൂടണമായിരുന്നു. നിങ്ങളെയൊക്കെ കുറെ നാളായി കാണുന്നു. നിങ്ങളൊക്കെ നല്ല പിള്ളേരാ, അതുകൊണ്ടാ എല്ലാത്തിനും ഓക്കെ 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 എന്ന് പറയുന്നേ. കൂട്ടുകൂടൽ എന്ന് പറഞ്ഞ എന്റെ ഫോൺ മുത്തശ്ശന്റെ അടുത്ത വീട്ടിലെ ചാർജർ ചേട്ടനായിട്ട് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റാതെയായി. ഓക്കെ കൂടുതൽ ഷോ കാണിക്കണ്ട, അല്ലെങ്കിൽ നിന്നെ തവയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കും. നാളെ ഞങ്ങളുടെ മാച്ചാണ്, ഞങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ. നിങ്ങൾ രണ്ടും നന്നായി ശ്രദ്ധിച്ചോ. എങ്ങനെയാ കുട്ടിയും കോലും കളിക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം കുട്ടിയെ ടക്കെന്ന് തറയെ വെക്കണം, എന്നിട്ട് കോല് കൊണ്ട് ടങ്ങെന്ന് അടിക്കണം, എന്നിട്ട് കുട്ടിയെ പടക്കെന്ന് അടിക്കണം. എന്നിട്ട് ടടക്കുന്ന ഗ്ലാസും പൊട്ടി. കളി എത്ര പോരെങ്കിലും ഡയലോഗിനൊരു കുറവുമില്ല. എന്താ കളിയത്? പൊട്ടിയത് എന്റെ വീടിന്റെ കണ്ണാടിയാ, ഇന്ന് മാറ്റി പുതിയത് ഇട്ടതേ ഉള്ളൂ. ഈ കുട്ടിയാരാ ഇങ്ങോട്ട് അടിച്ചത്? ഈ പേപ്പറിൽ വന്ന് തറച്ച് എന്റെ ഫ്രൈഡേ കീറിപ്പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറ. ഇവിടെ കുട്ടിയും കോലിന്റെ പ്രാക്ടീസ് നടക്കായിരുന്നു. നിങ്ങളുടെ വീട് ഇടയിലാണ്, അതിനൊന്ന് സൈഡാക്കിയേ. നീ ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല, പിന്നെ എന്തിനാ പ്രാക്ടീസ്? അത് നിനക്കെങ്ങനെ അറിയാം? നീ ഒളിച്ചിരുന്ന് കേൾക്കാറുണ്ടോ അയൽവക്കത്തെ ചേച്ചിമാരെ പോലെ? ഞാൻ നിങ്ങളുടെ സുഹൃത്തല്ലേ, ഞാൻ പറഞ്ഞു തരാം ഇവൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോന്ന്. പറയൂ. പറ, നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ 2050 വരെയുള്ള കലണ്ടറാണ്. ഇവൻ 2050 വരെയുള്ള കലണ്ടറാ. അതാ നീ ഇനി കൂടുതൽ സഹായിക്കണ്ട, എനിക്കറിയാം ചോദിക്കാൻ. എന്റെ ചോദ്യത്തിൽ എന്താ ഉപ്പ് കുറവുണ്ടായിരുന്നോ നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ? ഞാനും അതാ ചോദിച്ചത്. നമ്മളെ കുറിച്ച് നിനക്ക് എങ്ങനെ ഇത്ര വ്യക്തമായിട്ട് അറിയാം? എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്റെ അമ്മാവനാണോ നിന്നെ അയച്ചത്? ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിലെ കലണ്ടർ, 2020 മുതൽ 2050 വരെയുള്ള കലണ്ടർ. നവംബർ ആയാലും ഡിസംബർ ആയാലും മമ്മൂട്ടി ആയാലും ദുൽഖർ ആയാലും 2050 വരെയുള്ള ഭാവി എനിക്കറിയാം. അതെ, നമുക്ക് നമ്മുടെ വർത്തമാനകാലത്തെ പറ്റി പോലും പിടിയില്ല, പിന്നെ നീ ഭാവിയെ കുറിച്ച് പറയുന്നത്. അത് പിന്നെ ഭാവിയെ കുറിച്ച് എനിക്കും അറിയാം. നീ ഒന്ന് കണ്ണം നടച്ചേ. എന്താ കാണുന്നേ? ഇരുട്ട്. അതാണ് നിന്റെ ഭാവി, അതിലാണ്. ഇവിടെ കൂടുതൽ ആള് കളിച്ചാലേ നല്ല പ്ലാൻ ഉണ്ടാക്കി നിന്നെ ചുരുട്ടിക്കുട്ടികളെ. എന്ത് പ്ലാനാ ഉണ്ടാക്കുന്നത്? അത് നീ ചിന്തിക്ക്. എന്റെ ജോലി വിരട്ടില് മാത്രമേ ഉള്ളൂ, അത് ഞാൻ ചെയ്തു. കുടമുടയുവാൻ പോവുകയാണ്. കുടമുടക്കാൻ എന്റെ കല്ലുമുത്തച്ഛനായിരുന്നു മിടുക്കൻ. കുടമുടഞ്ഞത് കണ്ടോ? ഇവന് യഥാർത്ഥത്തിൽ ഭാവി അറിയാം. ഇവൻ കറക്റ്റ് സമയത്താ വന്നിരിക്കുന്നത്. നാളെ ലല്ലുവായിട്ട് കുട്ടിയും കോലിന്റെ മാച്ച് ഉണ്ടല്ലോ. ആരാ ജയിക്കുന്നെന്ന് ഇവനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ആഹാ, അടിപൊളി ഐഡിയ ലേട്ടാ. ഈ ഐഡിയ എന്റെ ബുദ്ധിയിലും വന്നതായിരുന്നു, പക്ഷെ അത് പറഞ്ഞത് നീ. ഇതിനർത്ഥം സ്മാർട്ട് ഞാനാണ്, വിടുവായ നീയാണ്. ഈ മാച്ചിന്റെ റിസൾട്ട് ഞൊടിയിടെ കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. നീ അതും കേട്ടോ. ഫ്യൂച്ചർ അറിയാവുന്നവന് പിന്നെ വർത്തമാനം അറിയാതിരിക്കുവോ? എന്നാ പറ, നാളെ നടക്കുന്ന കുട്ടിയും കോലും മാച്ചിൽ ഞങ്ങൾ ജയിക്കുവോ അതോ ലല്ലുവിന്റെ ടീം ജയിക്കുവോ? കാണുന്നു, 22 ജൂണിലെ ഭാവി കാണുന്നു. കോഹ്ലി ഗുഡു ലട്ട മാച്ചിൽ മാച്ചിൽ എന്താ? മാച്ചിൽ തോറ്റു. ഓ നോ എന്ന് പറയാറായിട്ടില്ല, ജയിക്കും. ഓ യെസ്. എന്നെ ഒരു അടിപൊളി ന്യൂസ്
ദിവസമാണ് നീ തന്നത്. ഞങ്ങൾ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ കുട്ടിക്കോല് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇനി കിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഗോൾ അടിക്കേണ്ട ആവശ്യവുമില്ല. കിക്ക് ഗോൾ ആദ്യം നമ്മൾ എങ്ങനെ ജയിക്കുന്നുള്ളതിനെ കുറിച്ച് ആലോചിക്ക്. നമ്മളല്ല ജയിക്കാൻ പോകുന്നേ, പിന്നെ എന്തോന്ന് കിക്ക്, പിന്നെ എന്തോന്ന് ഗോള്. പക്ഷെ ജയിച്ചിരുന്നത് എന്റെ ഫുട്ബോൾ അമ്മാവനായിരുന്നു. പക്ഷെ ആൾ ഒരുപാട് കഷ്ടപ്പെടുമായിരുന്നു. അതെന്തിനാ? ഫുട്ബോൾ അമ്മാവൻ ജയിച്ചിട്ട് വന്നാലും നാട്ടിൽ ഒരു വിലയില്ലായിരുന്നു. ആൾക്കാര് പറയുമായിരുന്നു ചവിട്ടും കൊണ്ട് വന്നേക്കുവാന്ന്. നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ 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 ഇതിൽ നീ ഇടപെടരുത്, മനസ്സിലായോ? ഞാൻ പോകുന്നു, എനിക്ക് കുളിക്കണ്ട. ഇല്ലെങ്കിൽ നമ്മളെന്താ കുളിക്കാൻ പോവാണോ? ഇതാ ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കണ്ടെന്ന്. പക്ഷെ നിങ്ങൾക്ക് കുളിക്കേണ്ടി വരും. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പിന്നെന്താ, മുഴുവൻ ദിവസം നമുക്ക് കുളിച്ചോണ്ടിരിക്കാം. സോപ്പ് തേച്ച് ഒരു ദിവസം കൊണ്ട് സോപ്പിനെ നമുക്ക് ബ്ലേഡ് പോലാക്കാം. അപ്പൊ കുളിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീഷനിൽ കാണാം. കുറച്ച് നീങ്ങിയിരിക്കോ, കുറച്ചുകൂടെ, കുറച്ചുകൂടെ. നിങ്ങളെന്തിനാ താഴെ ഇരിക്കുന്നേ? മോളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. ഇന്നത്തെ മാച്ച് കാണാൻ വേണ്ടി ട്രെയിനിൽ ചിക്കുപു ചെയ്താണ് വന്നത്. സ്റ്റേഷനിൽ ഇറങ്ങി കാളവണ്ടിയിൽ കയറി ടുകുടു ചെയ്താണ് ഇവിടം വരെ എത്തിയത്. ഇവിടം വരെ വന്ന് നോക്കിയപ്പോൾ അത് കാളവണ്ടിയിലായിരുന്നു, കുതിരവണ്ടിയായിരുന്നു. ഒന്ന് ചിരിക്കൂ, കുട്ടിയും കോലും എല്ലാവരും കടക് പടക്കെന്ന് കളിക്കട്ടെ. എല്ലാ ഓഡിയൻസും ചക്ചുന്ന് കൈക്കൊട്ടട്ടെ. അപ്പൊ എന്റെ പുളുവടി നിർത്തിയിട്ട് ഞാൻ വിളിക്കട്ടെ നമ്മുടെ നാടിന്റെ അഭിമാന താരം കണ്ണിലുണ്ണി ഗോലിയുടെ ടീം. ഇവന്മാര് തല കുത്തനെ വീണല്ലോ. എനിക്ക് ഹാന്ന് ചിരി വരുന്നുണ്ട്. അടുത്തതായി വരുന്നു കഴിഞ്ഞ വർഷത്തെ കുട്ടിയും കോലും വിജയിതാവ് നമ്മുടെ സ്വന്തം ലല്ലുവിന്റെ ടീം. ഇന്ന് നിങ്ങൾ 3 പേരും ഒരുപാട് വെള്ളം കുടിക്കും. കാരണം ഇന്നത്തെ മാച്ചിൽ നിങ്ങളെ തോൽപ്പിക്കാൻ എത്തിയിരിക്കുന്നത് ഞാനാണ്, അതായത് ലല്ലു. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, എല്ലാം ഏറ്റുപിടിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, മിണ്ടാതിരിക്കേ, ഇല്ലെങ്കിൽ ഞാൻ കുട്ടി നിന്റെ മേലെ അടിക്കും. ഓ സോറി. മാപ്പ് തന്നിരിക്കുന്നു. നമുക്ക് ലലുവിനെ തോപ്പിച്ചാ മതി. ബാക്കി രണ്ടുപേരും അവനെ കോപ്പി ചെയ്ത് തോറ്റോളും. നിന്നെയൊക്കെ തോപ്പിക്കാന്ന് പറഞ്ഞ എന്റെ ഇടത് കൈയുടെ ചെറുവിരലിന്റെ വലിയ നഖത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നീ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? എന്തും ചെയ്യും. എന്ത് ചെയ്യുമെന്ന് എല്ലാം ചെയ്യും. ചെയ്ത് കാണിക്കേ. നാട്ടിൽ വന്ന് നോക്കാം. എന്റെ സ്പീക്കർ മാമനായിരുന്നെങ്കിൽ നിന്റെയൊക്കെ ഉണ്ടല്ലോ കാണിച്ചു തന്നന്. എടാ ഒന്ന് നിർത്തടാ, ഇവിടെ അത്യാവശ്യമായിട്ട് ഒരു തർക്കം നടക്കുമായിരുന്നു. ആര് ജയിക്കും എന്നുള്ള തർക്കത്തിന് ഒരു ഉത്തരവും കിട്ടുമായിരുന്നു. അതിനിടക്ക് നീ നിന്റെ മാമനെ കൊണ്ടുവന്നു അല്ലേ? ഇവിടെ നടക്കുന്നത് കുട്ടിയും കോലും മാച്ചാണോ അതോ പഞ്ചായത്ത് സഭയാണോ? എന്താ ഇത്ര നേരമായിട്ട് മാച്ച് തുടങ്ങാത്തെ? ഞാൻ സുറുന്ന് 3 ഗ്ലാസ് ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നിങ്ങളുടെ കച്ചറ്റ് എന്നുള്ള സംഭാഷണം കഴിഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ വിഷയത്തിലെടുത്ത് ഷീന്നടിക്കുമ്പോഴത്തേക്ക് റൗണ്ട് 1 സ്റ്റാർട്ട് ആകും. ആരുടെ കുട്ടിയാണോ ഏറ്റവും ദൂരത്ത് പോകുന്നത് അവരുടെ ടീം റൗണ്ട് 1 ജയിക്കും. റൗണ്ട് 1 ജയിച്ചത് ലല്ലു. അടുത്തതായി റൗണ്ട് 2. 2 സൈഡിലുമായി 2 ബക്കറ്റുകൾ ഉണ്ടായിരിക്കും. ആരാണോ കുട്ടി ബക്കറ്റിൽ തട്ടിയിടുന്നത് അവർ ജയിക്കും. ഏയ് 3 റൗണ്ടിൽ ആദ്യത്തെ റൗണ്ട് നമ്മൾ തോറ്റുപോയി. ടെൻഷൻ അടിക്കാതെ, ഇനി 2 റൗണ്ട് ബാലൻസ് ഉണ്ട്. ആ റൗണ്ടിൽ നമ്മൾ ജയിക്കും, ഇല്ലേ കലണ്ടർ ചേട്ടാ? റൗണ്ട് 2 ആണ്. ഇത് തോറ്റാൽ നമ്മൾ മാച്ച് തോറ്റുപോകും. കുട്ടി എങ്ങോട്ട് അടിച്ചാലും അത് നമ്മുടെ ബക്കറ്റിൽ തന്നെ വീഴും. ഭാവി കണ്ടതല്ലേ, നമ്മൾ തന്നെ ജയിക്കും. ഞാനിപ്പോ തോറ്റിട്ട് വരാം.
അല്ല അവന്മാരെ തോപ്പിച്ചിട്ട് വരാം. ഗോസ്റ്റ് കളിക്കേണ്ടവൻ കുട്ടിയും കോലും കളിച്ചാ ഇങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ നീയൊക്കെ ഭയങ്കര ഡയലോഗ് ആയിരുന്നല്ലോ. അടുത്തതായി വരുന്നു കല്ലു. കുട്ടിയെ കറക്റ്റ് സ്ഥാനങ്ങളിൽ അടിച്ച് വിജേതാവായിരിക്കുന്നു ലല്ലുവിന്റെ ടീം. ലല്ലുവിന്റെ ടീമിന് അഭിനന്ദനങ്ങൾ. കലണ്ടർ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്റെ അടുത്ത് വരുമെന്ന്. സാരമില്ല, ജയവും തോൽവിയൊക്കെ സർവ്വസാധാരണമാണ്. ഞങ്ങൾക്ക് ഇതിന്റെ ഉപദേശമൊന്നും വേണ്ട. ഞങ്ങൾക്ക് അറിയണം ഞങ്ങൾ എങ്ങനെയാ തോറ്റെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പ്രാക്ടീസ് ചെയ്യാൻ, ഇവന്റെ പുറകെ പോരുതെന്ന്. ജൂൺ 21 നിങ്ങൾ ജയിക്കുമെന്നതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. അത് 2022 അല്ല, 2028 ഓ നിനക്കിത് ചെറിയ കാര്യമാണല്ലോ കലണ്ടർ. നിന്റെ ചൊവ്വാഴ്ച ഇടിച്ച് ഔത്ത് കയറ്റലുണ്ടല്ലോ. തെറ്റ് ഇവന്റെ അല്ല, നിങ്ങൾ രണ്ടെണ്ണത്തിന്റെയാണ്. കൂടുതൽ താങ്ക് യു എന്ന് പറയണ്ട. നിന്നെ എടുത്ത് ബേക്കറിക്കാരന് വിൽക്കും. നിന്റെ പേപ്പർ വലിച്ചേറി അവര് സമൂസ വിൽക്കും. ഇവനെവിടെ ഓടുന്നത്? അവന് ഭാവി മനസ്സിലായി, അവന് അടിയിട്ടാൻ പോകുന്നു. അതുകൊണ്ടാ ഓടുന്നേ. പിന്നെ നിങ്ങൾ രണ്ടുപേരും മനസ്സിലായല്ലോ നിങ്ങളുടെ ഭാവി. കണ്ടല്ലോ ഭാവിയിൽ നടക്കാൻ പോകുന്നത്. ഭാവിയിൽ ജയിക്കാൻ വേണ്ടി ഇപ്പൊ ജയിക്കാനുള്ള പ്രാക്ടീസ് പോലും ചെയ്തില്ല. ഇനി ആരെങ്കിലും ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ വന്ന അവനെ വർത്തമാനത്തിൽ ഇടിച്ച് അവനെ ഞാനൊരു ഭൂതമാക്കി മാറ്റും. വരൂ, നമുക്ക് എന്തായാലും അടുത്ത മാച്ചിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. വരൂ, നമുക്ക് ആദ്യം മുതൽ ആരംഭിക്കാം. ഇത് കുട്ടി, ഇത് കോല്, ഇതാണ് എന്റെ അടി. ഷോട്ട്. അയ്യോ, നീയൊക്കെ എന്റെ കണ്ണാടി പിന്നെയും പൊട്ടിച്ചോ.